ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറയുമ്പോൾ സർവ്വ ഐശ്വര്യം ലഭിക്കുക എന്നതാണ് അതിൽ നിന്നും അർത്ഥമാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രതിസന്ധികളിലും നമ്മൾ തളർന്നു പോവില്ല. പ്രതിസന്ധികൾ ഉണ്ടാവില്ല എന്നുള്ളതല്ല, പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴൊക്കെ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോഴൊക്കെ, കഷ്ടപ്പാടുകൾ ഉണ്ടാവുമ്പോഴൊക്കെ ഭഗവാന്റെ ഒരു കൈകൾ എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടാവും. നമ്മളെ നമ്മുടെ കഷ്ടതയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഭഗവാൻ സഹായിക്കും. അതാണ് ഗുരുവായൂരപ്പന്റെ ശക്തി എന്ന് പറയുന്നത്. നമുക്ക് മേൽ ഭഗവാന്റെ ഒരു കവചം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ ഏതു ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഭഗവാനെ കൊണ്ട് സാധിക്കും. ഭഗവാൻ അത് ചെയ്യുകയും ചെയ്യും. ഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകളിൽ കാണുന്ന ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് വീടിന് ചുറ്റുമായിട്ട് ഒരുപാട് തുളസി ചെടികൾ കിളിർക്കുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഓൾറെഡി നട്ടുപിടിപ്പിച്ച തുളസി ചെടികൾ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പടർന്ന് പന്തലിക്കുക. അതുപോലെ തന്നെ പുതിയതായിട്ട് അതിൽ നിന്നും തൈകൾ, അതിൻ്റെ വിത്ത് വീണിട്ടൊക്കെ തൈകൾ ഉയർത്തെഴുന്നേൽക്കുക. വീട്ടിൻ്റെ ചുറ്റുമായിട്ട് നിങ്ങളുടെ വീട്ടു പരിസരത്തൊക്കെയും തന്നെ തുളസി, നമുക്ക് കാണാം ചില വീടുകളിൽ ഒരുപാട് തുളസി തൈകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ. അങ്ങനെയുള്ള വീട്ടിൽ ഗുരുവായൂരപ്പൻ ഉണ്ട് എന്നാണ് പറയുന്നത്.